മക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വർത്തമാനങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതട്ടെ. നമ്മുടെ കപ്പങ്ങ കറുത്ത് ഇങ്ങനെ മഞ്ഞച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാൻ പോണ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളക്കാന്താരി കുറച്ച് മുളകുകളൊക്കെ ഇറക്കാനായിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ, മുളകുകളൊക്കെ കുറച്ച് പറിക്കാനായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ പറിച്ച് വെക്കൂല കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓടി വരിക, പറിക്കുക, അതിലേക്ക് അങ്ങോട്ട് ഇടുക. അതാണ് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ സന്തോഷങ്ങളൊക്കെ. എന്താ ഇതാണ് നമ്മളെ മുളക്. പ്രത്യേകിച്ചൊന്നും ചെയ്യൂല, അടുക്കളയിൽ ഉണ്ടാവണതൊക്കെ വളങ്ങളൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. പക്ഷേ ഭയങ്കര കീടങ്ങളുടെയൊക്കെ ഭയങ്കര ശല്യമുണ്ട്. കീടനാശിനി അല്ല കേട്ടോ, സോറി, കീടങ്ങളുടെയൊക്കെ വലിയ ശല്യമുണ്ട്. ഇത് വഴുതനങ്ങയാണത്. പോയിന്ന് ഇപ്പോൾ ശരിയായി വരികയാണ്. പക്ഷേ ഇതിലേ കൂടി കണ്ടോ നിങ്ങളൊരു കറുത്ത പൊടികൾ വന്ന് വീണിക്കുന്നത്? എന്താ സംഭവം എന്നൊരു പിടുത്തമല്ല. മഴ പെയ്തിട്ട് എന്താ ഒരു കീടങ്ങൾ വരുന്നുണ്ട്. ഇനി ഇത് നമ്മളെ ചീരയാണ്. അടുത്ത് തന്നെ നമ്മുടെ ഈ ചീര ഉപ്പേരി വെക്കണത് എങ്ങനെയാണെന്ന് ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ചീരയുടെ പേര് സാമ്പാർ ചീര എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഇത് പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതിങ്ങനെ ഇന്ന് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്, ചീര എങ്ങനെയാണ് വെക്കുക എന്നുള്ളത്. കണ്ടോ, ഇതാണ് കേട്ടോ സാധനം. ചീര ശരിക്ക് കണ്ടോളൂ. ഈ ചീരനെ എങ്ങനെ ഉപ്പേരി വെക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ആ ചീര. മുട്ടയൊക്കെ ഇട്ടിട്ട് വളർത്തണം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഇതാണ് കണ്ടോ, നമ്മുടെ വെള്ള കാന്താരി മുളകിനെയൊക്കെ നമുക്ക് ഒന്ന് പറിച്ചെടുത്തിട്ട് സുർക്കയിലിട്ട് വെക്കണം. കണ്ടോ, ഇതാണ് നമ്മുടെ കാന്താരി മുളക് കേട്ടോ. മാഷാ അല്ലാഹ്. കണ്ടോ, അല്ലാഹ് ബാറക്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹ് ബാറക് ഫീ. കണ്ടോ, ഇതാണ് എൻ്റെ കാന്താരി മുളക്. ഇതെൻ്റെ അയലോകക്കാരത്തി കുട്ടി എനിക്കൊരു ചെടി തന്നതാണ്, ഒരു തൈ തന്നതായിരുന്നു. അതിനെ ഞാൻ ശരിക്കും വളമൊക്കെ ഇട്ട് കൊടുത്തു, നല്ലോണം സംരക്ഷിച്ച് വളർത്തി ഉണ്ടാക്കിയെടുത്തു. കണ്ടോ, ഇതാണ് കേട്ടോ കാന്താരി മുളക്. എല്ലാവരും കണ്ടോളി. അപ്പം നമുക്ക് ഇത് ബിസ്മില്ലാ ഓരോന്ന് പറിക്കാം. കൈ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു കയ്യിൽ ഫോണും പിടിക്കണം, ഒരു കൈ കൊണ്ട് പറിക്കുകയും വേണം. എന്നിട്ട് എന്തൊക്കെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? ചാനൽ കാണുന്നവർ ദയവ് ചെയ്ത് ചാനൽ കണ്ടുകൊണ്ട് പോവാതെ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എന്നാലല്ലേ നമുക്കതുകൊണ്ടൊരു കാര്യമുള്ളൂ. നമ്മൾ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോകരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ. എനിക്കും സുഖം തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ചീരയുടെ കൂടുതലായിട്ട് കണ്ടോ വളർന്നിട്ടുണ്ടോ. ഇതാണ് കേട്ടോ ആ ചീര. ഞാനിതിൻ്റെ ഇന്നോ നാളെയായിട്ട് ഇൻഷാ അല്ലാഹ് ഇതെങ്ങനെ പാകം ചെയ്യാന്നുള്ള നല്ലൊരു അടിപൊളി ടിപ്സ് ഒരു പിന്നെ ഉപ്പേരി വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണണം. ഉണ്ടോ, ഇതാണ് നമ്മൾ ചീര കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തിരി സ്ഥലമുള്ളെങ്കിലും എന്തെങ്കിലുമൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കും. അതുപോലെ ഇതും തന്നെ വേറൊരു ഒരു ചീര കേട്ടോ. ഇതും ഞാൻ വെക്കാറുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ സ്ഥലം കൊണ്ട് ഒഴിവാക്കി എല്ലാം കൂടി മറിച്ചപ്പുറത്തേക്ക് ഇട്ടേക്കാണ്. ഇതാണ്. പിന്നെ താഴത്ത് ഈ കണ്ടോ നമ്മളതാണപ്പോൾ അവിടെ ഇങ്ങനെ മത്തനൊക്കെ വളർന്നു തന്നെ ഉണ്ടാകും. മത്തനും ചീര
അതേപോലെ എന്തെങ്കിലുമൊക്കെ അവിടെയൊക്കെ ഉണ്ടാക്കും. ഞങ്ങളുടെ കറിവേപ്പ് നിൽക്കുന്നുണ്ടോ? കറിവേപ്പ്, അവിടെ ഒരു വഴുതനങ്ങ ഉണ്ട്, പിന്നെ മത്തൻ്റെ ഇലയും ഈ ചീരയൊക്കെ അവിടെയുണ്ട് കേട്ടോ. കാന്താരി മുളക് അവിടെയുണ്ട്, പച്ചമുളകും വേപ്പിലയും അവിടെയുണ്ട്. എന്നാൽ എല്ലാ മക്കൾക്കും സുഖമെന്ന് കരുതിക്കൊണ്ട് നിർത്തട്ടെ. ബൈ.